ഞങ്ങളുടെ പാർട്ടി എല്ലാ കാലത്തും കമ്മിറ്റി കൂടാറുണ്ട്. ഇതൊരു ആദ്യത്തെ കമ്മിറ്റിയൊന്നുമല്ല. ജയിച്ച സമയത്തും കമ്മിറ്റി കൂടാറുണ്ട്, തോറ്റ സമയത്തും കമ്മിറ്റി കൂടാറുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു, ഞങ്ങളുടെ പ്രക്രിയയായി മുന്നോട്ട് പോയില്ലേ അല്ലേ? അതുപോലെ മറ്റേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വേണ്ടത്ര തിളക്കമാർന്ന വിജയം ഉണ്ടായില്ല. പൊതുവേ സ്റ്റേറ്റിൽ, പാലക്കാട് ജില്ലയിൽ അങ്ങനെ ബാധിച്ചില്ലെങ്കിലും സ്റ്റേറ്റിലുണ്ടായില്ല. ഞങ്ങളുടേതായിട്ടുള്ള സംഘടനാ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയില്ലേ? അത് തന്നെ ഇതിലും ആ പ്രൊസീജിയർ തന്നെയാണ്, ആ സംഘടനാ രീതി തന്നെയാണ് ഇവിടെ. നിങ്ങളിങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ഞങ്ങളുടെ പിന്നാലെ നടന്നിട്ട് കാര്യമില്ല. ഞങ്ങളിതെല്ലാം അതിജീവിച്ച് മുന്നോട്ട് വരാനുള്ള നല്ല കരുത്ത് ഈ കേരളത്തിലെ പാർട്ടിക്കുണ്ട്. നിങ്ങളിങ്ങനെ സ്വപ്നം കാണുന്നുണ്ട് ബംഗാൾ പോലെയാകും, ത്രിപുര പോലെയാകുന്നു. അതൊന്നും കേരളത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല. അതിനേക്കാളും നല്ല കെട്ടുറപ്പുള്ള താഴെത്തട്ടിലെ ഘടകങ്ങൾ ആത്മാർത്ഥതയോടുകൂടി രാപ്പകൽ വ്യത്യാസമില്ലാതെ മുഴുവൻ സമയ പ്രവർത്തകരായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ ഈ കാലഘട്ടത്തിലും ഒരുങ്ങി നിൽക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകരുള്ളൊരു പാർട്ടിയാണ് കേരളത്തിലെ പാർട്ടി. അതുകൊണ്ട് നിങ്ങളിതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള സംഘടനാ രീതികളുണ്ട്. ആ രീതികളും ആ പ്രക്രിയയും അനുസരിച്ച് ഞങ്ങളുടെ യോഗങ്ങൾ ചേരും. ആ യോഗങ്ങളിൽ എല്ലാവരും ഒരേ അഭിപ്രായം പറയുന്ന പാർട്ടിയല്ലല്ലോ ഞങ്ങളുടെ പാർട്ടി. എല്ലാ കാലത്തും അങ്ങനെയല്ല. സാധാരണഗതിയിൽ ഞങ്ങളൊരു കാര്യത്തിന് വേണ്ടി യോഗം കൂടിയാൽ ഒരു 15 അംഗ ലോക്കൽ കമ്മിറ്റി യോഗമാണ് എങ്കിൽ അതിൽ 14 പേര് പങ്കെടുത്തിട്ടുണ്ട്. 14 പേർക്കും 14 അഭിപ്രായമായിരിക്കുന്നത്. അതല്ലേ ഈ പാർട്ടിയുടെ പ്രത്യേകത. ഒരേ അഭിപ്രായം പറയുന്നതല്ലല്ലോ. ചിലവർക്ക് ഒരേ അഭിപ്രായമാണ്, ചിലവർക്ക് വ്യത്യസ്ത അഭിപ്രായമാണ്. അതെല്ലാം ചേർന്ന് അതിലേറ്റവും തിളക്കം മാറുന്ന ഒരു തീരുമാനത്തിലെത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ രീതി. അത് തന്നെ ഇവിടെ സംഭവിച്ചത്. 2 ടേം ആരാ അവിടെ ജയിച്ചത്? LDFിലെ ഞങ്ങളുടെ ഘടകകക്ഷിയുടെ ഭാഗമായിട്ടുള്ള കൃഷ്ണൻകുട്ടിയേട്ടനാണ്, ജനതാദളിൻ്റെ അല്ലേ? അപ്പം അങ്ങനെ 2 തവണ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ആ മണ്ഡലത്തിൽ ജയിപ്പിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നവും ആരോപണവും ഈ പറയുന്ന ആൾക്കുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു അപരനെ നിർത്തി. ആ അപരൻ തൊട്ടടുത്ത് ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ തൊട്ട് താഴെയാണ്. തൊട്ട് താഴെയെന്ന് മാത്രമല്ല, ഇയാൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥി B മുരുകദാസ്, മറ്റാൾ P മുരുകദാസ്. അതാണ് ഒന്ന്. രണ്ടാമത് ഞങ്ങളുടെ ചിഹ്നം മോതിരമായിരുന്നു, ഇവരുടെ ചിഹ്നം നെക്ലസാണ്. മാധ്യമങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ 2 ദിവസം, എൻ്റെ തോന്നുന്നത് 1 ദിവസം മുമ്പോ മറ്റാണ്, തലേ ദിവസം എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും കോൺഗ്രസിൻ്റെ പ്രവർത്തകർ മോതിരം ചിഹ്നം അടിച്ച് എല്ലാവരുടെയും ഒട്ടിക്കുകയും വിതരണം ചെയ്തു. അതിൽ വേണ്ടത്ര ജാഗ്രത LDFിൻ്റെ അവിടുത്തെ നേതാക്കൾക്ക് ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ ഒരു വീഴ്ചയായിട്ട് പറയാം. അങ്ങനെ തന്നെ പറയാം. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. അങ്ങനെ പറയാം. പക്ഷേ യഥാർത്ഥത്തിലുണ്ടായത് ഈ അപരനിൽ, ഞാൻ പറയണത് ഒരു കിഴക്കൻ പ്രദേശമാണ് ചിറ്റൂർ. അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയ ഒരു പ്രശ്നമുണ്ടാകും. ഒരുപാട് പാവപ്പെട്ട കർഷക തൊഴിലാളികൾ, വളരെ നിർധനരായ ആളുകളാണ് ചിറ്റൂർ പ്രദേശത്തുള്ളവർ. അങ്ങനെയുള്ളവർക്ക് ഒരു പക്ഷേ ചിഹ്നം മാറിപ്പോയിട്ടുണ്ടാകും. അതല്ലേ ഇത്രയും വലിയ 6984 വോട്ടാണ് അപരന് കിട്ടിയത്. സുമേഷ് അച്യുതൻ ജയിക്കുന്നത് 6510 വോട്ടിനാണ്. അതാ പ്രശ്നം. ഈ പോസ്റ്റൽ വോട്ടുകളിലടക്കം ഏകദേശം 50-ലധികം വോട്ടുകൾ അങ്ങനെ അപരന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരു പക്ഷേ പോസ്റ്റൽ വോട്ടുകളിലൊക്കെ അങ്ങനെ തെറ്റാനുള്ള സാധ്യത ഉണ്ടോ? പോസ്റ്റൽ വോട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു പക്ഷേ അത് പരിശോധിക്കാം. ആ വോട്ട് ചെയ്തവരുടെ മനോനില എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇവിടെ ഈ കാര്യത്തിൽ സംഭവിച്ചത് ഇത് തന്നെയാണ്. പക്ഷേ നമ്മൾ നോക്കിയാൽ ഈ ചിഹ്നം ഒരേപോലെയാണ്. അത് ഞാൻ മറ്റേ ബൂത്തിൽ പോകുമ്പോൾ അതുകൂടി ശ്രദ്ധിച്ചിട്ടാണ് വോട്ട് ചെയ്തത്. കാരണം ഒരേപോലെയാണ്, ഏറെക്കുറെ ഒരേപോലെയാണ്. അല്ല, കൺഫ്യൂഷനായില്ല ഞാൻ. ഇത് വേണം വെച്ച് ശ്രദ്ധിച്ചതാണ്. ഈ ഒരു ചർച്ച വന്നല്ലോ, അവിടെ പോലീസ് ഇടപെട്ട് അറസ്റ്റ് ചെയ്തു ഈ UDFിൻ്റെ പ്രവർത്തകരെ ഈ ചിഹ്നം വിതരണം ചെയ്തപ്പോൾ LDFിൻ്റെ പരാതിയുടെ ഭാഗമായി. അപ്പോൾ ഞാൻ വോട്ട് ചെയ്യാൻ പോയപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു. അപ്പോൾ എനിക്ക് അപ്പം തന്നെ ഒരു വല്ലാതെ ഒരു ആശങ്കയുണ്ടായി. കാരണം ഒരേപോലുള്ള സംഗതി അത് തെറ്റാവുന്നതാണ്. കാരണം ഞങ്ങളത് വേണ്ടത്ര ഞങ്ങളുടെ അവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇത് പരിശോധിക്കാൻ പോകുന്ന ആളുകൾ
ഒരു ശ്രദ്ധക്കുറവ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കും.